എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല സൂപ്പർ കിടിലൻ കിടുക്കാച്ചി ഒരു വറുത്തരച്ച തീയലുണ്ടാക്കാം. ഒരു സ്പെഷ്യൽ 4 മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഇടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞങ്ങൾക്ക് ഇപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് വെച്ചിട്ട് കാണിച്ചു. അപ്പം ഞാൻ ഒരു സവാള, കുറച്ച് കൊച്ചുള്ളി, പിന്നെ കുറച്ച് ചക്കക്കുരു, പിന്നെ നമ്മുടെ സ്വന്തം മുരിങ്ങയ്ക്ക 2 എണ്ണം, അപ്പോൾ മുട്ട 4 എണ്ണം, ഇതെല്ലാം കൂടെ നമ്മൾ പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. നമ്മൾ തുടങ്ങാം. ഞാൻ ചക്കക്കുരു ഒക്കെ പൊളിച്ച് എടുത്തപ്പോൾ എനിക്കൊരു സമാധാനം. ഇനി നന്നായിട്ട് നിന്ന് കഴുകണം. ഇത് മുരിങ്ങിക്ക നമുക്ക് അവസാനം. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളായിരുന്നു. ഇത് കൊച്ചുള്ളി ഞാനൊന്ന് കീറിയിട്ടിട്ടുണ്ട്, നമ്മുടെ സവാളക്കുട്ടൻ, പിന്നെ നമ്മുടെ ചക്കക്കുരു ഒന്ന് പീസാക്കി ഇട്ടിട്ടുണ്ട്, ഇത്രയും വെളുത്തുള്ളി, നമ്മുടെ ഈ മുരിങ്ങിക്കയെല്ലാം ഞാൻ എന്ത് ചെയ്തു ഇങ്ങനൊന്ന് കീറിയിട്ട് കേട്ടോ, ഇങ്ങനൊന്ന് പോന്തിയിട്ട്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ്. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് കത്തിച്ച് കൊടുക്കാം. ഓണാക്കി കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കണം. അതിനകത്ത് ഈ കുപ്പി മാറ്റിയിട്ട് നമുക്ക് വേറെ കുപ്പിക്കകത്ത് എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലൊരു ചക്ക നമ്മുടെ പഴുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തിന്നിട്ട് ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ്. അധികം പഴുത്തിട്ടില്ല, അധികം അങ്ങ് പഴുത്ത് പോയി ഭയങ്കര മധുരമായിപ്പോവും. ഷുഗർ ഉള്ളതുകൊണ്ട് പേടിയാണ്. എണ്ണ ചൂടാവട്ടെ. മുട്ട റെഡിയായി കിടക്കുക. കുക്കറിനകത്ത് കഴിക്കുന്നുണ്ട്, പെട്ടെന്ന് വിസിൽ കേൾക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് ഓഫാക്കും. വറുത്തരച്ചും വെക്കാം, ഇത് വറുത്തരയ്ക്കാതെയും വെക്കാം, ആസ് യു വിഷ്. നമുക്ക് വറുത്തരച്ച് വെച്ചാൽ ഇച്ചിരി ടേസ്റ്റ് കാണും, പച്ചയ്ക്ക് വെച്ചാൽ കുറച്ച്. ഇതിനകത്തൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, തക്കാളി എടുക്കണേ. കുഞ്ഞി തക്കാളി 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വെച്ചേക്കാം. നമുക്ക് ഇതിരിക്കട്ടെ, കട്ട് ചെയ്യണം. അപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇച്ചിരി കടുകിട്ട് കൊടുക്കാം. എണ്ണ തിളയ്ക്കാതെ കടുകിട്ട ടപ്പ് 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 ആവാൻ പാടുപെടും. കുറച്ച് കടുകിട്ട് നന്നായിട്ട് തിളച്ചില്ലെന്ന് തോന്നുന്നു. എനിക്ക് എപ്പോഴും തിളച്ചുന്ന ഒന്നാവട്ടെ. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് വഴറ്റിയെടുക്കണം. ഇൻ ബിറ്റ്വീൻ നമുക്ക് തേങ്ങയും കൂടെ ഇവിടെ വെച്ച് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. തേങ്ങ ഒന്നും തിരുമിയിട്ടില്ല ഞാൻ, അപ്പോൾ അതും കൂടെ ഒന്ന് എടുക്കണം. ഇത് ടപ്പൊന്നാവട്ടെ. എന്നിട്ട് നമുക്ക് ഒരെണ്ണം കണ്ട പൊട്ടി ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്നറിയാം, ചക്കക്കുരു. ഇങ്ങനെ വഴറ്റി വെച്ചാലൊരു ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. വഴട്ടാതെല്ലാം കൂടെ അടുപ്പിലോട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇതൊരു ടേസ്റ്റി വേഷം, മനസ്സിലായോ? അപ്പം അത് എത്രയ്ക്കായാലും നല്ലതാണ്. അപ്പം ഇത് പൊട്ടി, നമ്മുടെ കടുകെല്ലാം പൊട്ടി, ചക്കക്കുരു ആയിട്ട് യഥാർത്ഥത്തിൽ എനിക്ക് കണ്ണാടി നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ മാത്രം മതി. ഇത് ഞാൻ ഓഫീസിലുള്ള ഒരു ശീലമാണ് ഞാൻ ശീലിച്ചത്. കാരണം ഞാൻ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തും, ഓഫീസിൽ എത്തും. പണ്ട് ഫുൾ ടൈം കണ്ണാടി എത്തത്തില്ലായിരുന്നു. ഓഫീസിലെത്തി എത്തുമ്പോഴത്തേനും കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ കണ്ണാടി അങ്ങനെ ആയി ഒരുപാട് ദിവസം. എനിക്കൊരു 6 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് നമ്മുടെ വീട്ടിലെത്തും. അപ്പോൾ കുറേ ദിവസം റെയർ കേസിൽ ഞാൻ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ച്
ഫുൾ ടൈം ഒന്നും വെച്ചാൽ പ്രശ്നമില്ലല്ലോ, കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒഴിച്ച് ഫുൾ ടൈം വെക്കും. അപ്പോൾ ഇനി നമ്മുടെ വെളുത്തുള്ളി ഇട്ട്, അപ്പം അത് കാരണം ഇനി ഞാൻ ഈ കണ്ണാടി ശീലമായി. കണ്ണാടി സ്ഥിരം വെക്കുന്നതുകൊണ്ട് ഇവിടെ രണ്ടെണ്ണവും കറുപ്പായി. സ്ഥിരം വെക്കുന്ന എല്ലാവർക്കും അറിയാം, കണ്ണാടി സ്ഥിരം വെച്ചാൽ എനിക്ക് യഥാർത്ഥത്തിൽ വായിക്കുമ്പോഴും കമ്പ്യൂട്ടറിൽ കണ്ണിന് വെള്ളം വരുമായിരുന്നു കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ കൊച്ചുള്ളിയും രണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നൊരു പച്ചമുളക് ചേർക്കാം. എരിയുടെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയിട്ട് കാണിച്ചത് മുരിങ്ങയ്ക്കയും ഇട്ട് കൊടുക്കാൻ. ഇത് ഈ പരുവായി ഞാൻ കാണിച്ചത്. അപ്പോൾ ഇനി നമുക്ക് മുരിങ്ങയ്ക്ക ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഈ മുരിങ്ങയ്ക്കകത്തല്ലെങ്കിൽ ഉപ്പ് പിടിക്കത്തില്ല. നമുക്കിപ്പോഴേ ഇട്ട് കൊടുക്കാം. നിങ്ങളിങ്ങനെ വെക്കുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ കൂടെ മുട്ടയിട്ട് പക്ഷേ നല്ല ടേസ്റ്റാ. നമ്മൾ തേങ്ങ വറുക്കാനും കൂടെ വെച്ചിട്ട് കേട്ടോ. ഇതും വഴണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് വെളിച്ചിനും കൂടെ കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ എളുപ്പം നമുക്ക് തേങ്ങയും കൂടെ ഒന്ന് വറുക്കാം. തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ കറി വെപ്പ് എളുപ്പം ഒന്ന് തീരും. വറുത്തരപ്പ് കേട്ടോ. തേങ്ങ വറുക്കുന്നതാണ് ഇച്ചിരി ടൈം എടുക്കുന്നത്. പാടല്ലത്, കുറച്ച് ടൈം എടുക്കും. കണ്ട ഇതൊരു നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ആവശ്യത്തിന് മുളക് പൊടി, ഇതിന് ഒരു 2 സ്പൂൺ. ഓക്കെ, 2 സ്പൂൺ തികച്ചിതല്ല. നമുക്ക് മല്ലിപ്പൊടി ടീസ്പൂണാണ്. കുമിച്ചെടുക്കുക 1.5 സ്പൂൺ. കുമിച്ച് എന്ന് വെച്ചാൽ കുമിച്ചെന്ന് പറഞ്ഞാൽ തുളുമ്പ്. അപ്പം അങ്ങനെ എടുത്ത് അത് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വളരെ തീ കുറച്ച് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് പച്ചച്ചൊവയൊക്കെ മാറണം. അപ്പം അതിന് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം നനച്ച് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്കിതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കുന്നതല്ല, കാരണം ഇതെല്ലാം വഴറ്റിയ സാധനം പിന്നെ ഒരു പച്ചവെള്ളം ഒഴിക്കും. പച്ചവെള്ളം ഇല്ല, അതായത് നമ്മൾ ചൂടാകാത്ത വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും. അപ്പം അതുകൊണ്ട് നമുക്ക് ചൂടായിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല, നിങ്ങളിന്ന് ഒരു പ്രാവശ്യം ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തേങ്ങ നമ്മുടെ വെളിച്ചെണ്ണ, അതായത് എണ്ണ കുറവുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. എനിക്ക് എണ്ണ കുറവുള്ളതാണെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ. ഒരു ഹെൽത്തി വേർഷന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇത് ഹെൽത്തി വേർഷൻ ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നെയുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചേരുന്നില്ല, പിന്നെ ഷുഗർ ചേർത്ത് കുഴപ്പമില്ല. അപ്പം ഇത് ഒരുവിധം പരുവായിട്ടുണ്ട്. വെള്ളം ഒന്ന് ഇതായാൽ നമുക്ക് ഒന്ന് ചൂടായാൽ മതി. വെള്ളം തിളയ്ക്കണമെന്നില്ല, കാരണം ആ പച്ചവെള്ളം തണുത്തത് ഒഴിക്കണ്ട എന്നുള്ളത് കൊണ്ട്. തക്കാളി ഇടുക, നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട്. കൊച്ചു തക്കാളിയാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് ഇളക്കിയിട്ട്, കാരണം ഇതിനെ ഒന്ന് ചൂടാക്കി. അപ്പം ഇങ്ങനെ വെച്ചിട്ട്
ആവശ്യത്തിന് ഇത് വേവാനുള്ള വെള്ളം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം, കാരണം അരപ്പൊക്കെ ഇതിനകത്ത് ഇത് വരത്തില്ല. അടച്ചു വെച്ച് കഴിക്കണേ. ഒരു കുഞ്ഞു നെല്ലിക്കടത്രയുള്ള ഒരു ഇച്ചിരി പുളിയെടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തേങ്ങ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഈ മുട്ട കുഴിഞ്ഞ് ഒരെണ്ണം പൊട്ടിയിരിക്കുക. അപ്പം അത് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടിപ്പോയി. അപ്പം ഈ സമയത്ത് നമ്മൾ മുട്ട ഇടണം കേട്ടോ. എന്താണെന്നറിയാമോ, ആ മുട്ടയ്ക്കകത്ത് എരിയും പുളിയും എല്ലാം പിടിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ മുട്ട ഈ സമയത്ത് ഇടണം. നമ്മൾ തേങ്ങ ഇടുന്നതിന് ഞാൻ മുമ്പാണ് ഇടുന്നത്. ഇതിനെ ഒന്ന് 4 മുറിച്ചാണ് ഇങ്ങനെ ഇങ്ങനെ കണ്ട 4 മുറിച്ചിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടുക, അതിനെ തന്നെ രണ്ടായിട്ടിടുക. അപ്പം ഇതിൻ്റെ ഈ മഞ്ഞക്കരിയും കൂടെ ഒക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റാവും. അപ്പം അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഇനിയാണ് നമ്മുടെ തേങ്ങ ഒന്ന് തണുക്കാൻ വെച്ചേക്കുവാണ്. ഇതൊന്ന് താത്ത് വെച്ചു കേട്ടോ. അപ്പം മുട്ടയുടെ എല്ലാ സത്തുക്കളും ഇതിനകത്തും പിടിക്കും. പിന്നെ മുട്ടയുടെ ഈ മഞ്ഞക്കരിവിനകത്തോട്ട് മുട്ടയ്ക്കകത്തൊക്കെ നന്നായിട്ട് അരപ്പ് പിടിക്കും. അടച്ച് വെച്ചേക്കാം. നമുക്ക് ഈ തേങ്ങ അരച്ചങ്ങ് ഇട്ടാൽ മതി. നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ആൾറെഡി പുളി ഉണ്ട്, കാരണം 3 കൊച്ചു തക്കാളി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതങ്ങ് പിഴിയും. ഓക്കെ, അത് ആളുടെ പിഴിഞ്ഞ് വെച്ച് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഒരുപാട് അങ്ങ് ഉടയ്ക്കണ്ടായിട്ട് ഈ ഒന്നിച്ചിരി കൂട്ടി വെക്കുക. ഈ കുറച്ച് കൂട്ടി വെക്കുക. അപ്പം ഞാനിനി അരച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുക. തേങ്ങ മാത്രം അരച്ചതാണ്, അതും കൂടെ ഇട്ടു കൊടുക്കുക. സൂപ്പറാണ് ഈ കറി കേട്ടോ. ഇനി ഒരിച്ചിരി ഒന്ന് സെറ്റാണ്. ഈ അരപ്പൊക്കെ എല്ലാത്തിലും ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റാണ്. നമ്മൾ നല്ല രീതിയിലാണ് വെച്ചേക്കുന്നത്. ഒരു പച്ചച്ചൊവയും ഒന്നും വരാത്ത രീതിയിലാണ് വെച്ചേക്കുന്നത്. ആ ചൂടുവെള്ളം തന്നെ ഇരുന്നോ. ഞാൻ കുറച്ച് ചൂടേ ഉള്ളൂ. ഇതിനൊന്ന് കലക്കിയിട്ട് അല്ല കഴുകിയിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നല്ല മണമാണ് വരുന്നത് കേട്ടോ. ഞാൻ പോയി കറിവേപ്പില പിച്ചണം എനിക്ക്. അപ്പോഴത്തേനും ഇതൊന്ന് സെറ്റാണ്. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക. കണക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. ഇത്തിരി കറിവേപ്പില വെച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് നിൽക്കാൻ വയ്യ, അത്രയ്ക്ക് വേണം. നമ്മൾ മസാലയോ ഒന്നും ഇട്ടിട്ടില്ല, നിങ്ങൾ ആലോചിക്കണം. അപ്പം ആ വെച്ച രീതിയും ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര മണമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് നമുക്ക് ഭയങ്കര ഒരു പ്രചോദനം ചെയ്യുന്നതാണ് നിങ്ങളുടെ ഓരോ മെസ്സേജസ് കേട്ടോ. നല്ല കറിയായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എണ്ണ തെളിഞ്ഞ് വന്നാൽ മതി. അടിപൊളി. കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചെന്നപ്പം ഉണ്ടല്ലോ, ഭയങ്കര മണമാണ് ഇവിടെ കേട്ടോ. സൂപ്പർ. അപ്പം ഇതേ കണക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. വ്യത്യസ്തമായ വിഭവമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.